ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. DSLR ക്യാമറകൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം. DSLR ക്യാമറകൾ ഇനിയില്ലേ, ഇനിയിപ്പോൾ മിറർലെസിന്റെ കാലമാണോ വരുന്നത്, മിറർലെസ് വാങ്ങുന്നതാണോ നല്ലത്, DSLR ഇനിയിപ്പോൾ വാങ്ങണം, അങ്ങനെയൊക്കെ ചോദിച്ചാൽ DSLR റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ എത്താറുണ്ട്. ഈ വർഷം അല്ലെങ്കിൽ 2024 DSLR നോക്കുന്നവർക്ക്, DSLR ക്യാമറകൾ നോക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ, DSLR ക്യാമറകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മിറർലെസ് സിസ്റ്റം ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ DSLR വേണോ മിറർലെസ് വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആക്ച്വലി പല കമ്പനികളും അവരുടെ ക്യാമറ പ്രൊഡക്ഷൻ ആദ്യം തുടങ്ങിയത് DSLR ക്യാമറകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇന്ന് DSLR ക്യാമറയുടെ പ്രൊഡക്ഷൻ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പലരും DSLR എന്ന സിസ്റ്റത്തിൽ നിന്ന് മാറി മിറർലെസ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. DSLR ക്യാമറകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ SLR ക്യാമറകൾ എന്ന് പറയുന്നത് പഴയ SLR ക്യാമറകളുടെ ഒരു ഡിജിറ്റൽ വേർഷനാണ്. SLR മീൻസ് സിംഗിൾ ലെൻസ് റിഫ്ലക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ DSLR ക്യാമറകളുടെയും മിറർലെസ് ക്യാമറകളുടെയും ഈ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി DSLR ക്യാമറകളിൽ ഒരു മിറർ മെക്കാനിസം, ഒരു മിറർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു പ്രിസം ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾക്കറിയാം, ക്യാമറ കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള, കുറച്ച് ഹെവി ആയിട്ടുള്ള, കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ഒരു ഡിവൈസാണ് DSLR ക്യാമറ എന്ന് പറയുന്നത്. എന്നാൽ മിറർലെസ് ക്യാമറ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോമ്പാക്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഡിവൈസാണ് മിറർലെസ് ക്യാമറ. DSLR ക്യാമറകൾ നോക്കുന്നവർക്ക് ഇപ്പോഴും വളരെ നല്ല അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഓപ്ഷൻസ് പല ബ്രാൻഡുകളും ഓഫർ ചെയ്യുന്നുണ്ട്. ഈ APS-C ക്രോപ്പ് സെൻസർ മോഡലുള്ള ക്യാമറയാണെങ്കിലും അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറയാണെങ്കിലും DSLR മികച്ച ഓപ്ഷൻസ് തന്നെയുണ്ട്. ഈ DSLR യുഗം അവസാനിച്ചു എന്ന് പറയാനുള്ള ഒരു കാരണം, കാനോൺ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ അവസാന DSLR ആയിരിക്കും ഇനി പുറത്തിറങ്ങുക. അത് കാനോണിന്റെ 1DX Mark III എന്ന് പറയുന്ന ഒരു DSLR ആയിരിക്കും അവർ അവസാനമായിട്ട് പുറത്തിറങ്ങുക എന്നുള്ള രീതിയിലുള്ള ചില ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു, അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിക്കോൺ DSLR പ്രൊഡക്ഷൻ നോക്കാൻ പോവാണ്. ഇനി മുതൽ അവർ മിറർലെസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില ന്യൂസുകളൊക്കെ വെബ്സൈറ്റിൽ ഉണ്ട്. ആക്ച്വലി ഇപ്പോഴും DSLR ഒരു എൻട്രി ലെവൽ DSLR നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ബിഗിനർ ലെവലിൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടി വരുന്നവർക്ക് മികച്ച ഓപ്ഷൻസ് തന്നെ ഈ രണ്ട് ബ്രാൻഡുകളും, കാനോൺ ആണെങ്കിലും നിക്കോൺ ആണെങ്കിലും ഇപ്പോഴും ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അതുപോലെ സ്പോർട്സ് ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള ലെവലിലൊക്കെ നോക്കുമ്പോൾ ഇപ്പോഴും പല വമ്പന്മാരായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് അവർ ഇപ്പോഴും DSLR ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പലരും പറയുന്ന ഒരു കാര്യം, ഒരു മിറർലെസ് ക്യാമറ ഓഫർ ചെയ്യുന്ന പല ഫീച്ചേഴ്സും ഒരു DSLR ക്യാമറയ്ക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഓട്ടോ ഫോക്കസിംഗിന്റെ ഒരു സ്പീഡ്, ഫേസ് റെക്കഗ്നിഷൻ, ഐ റെക്കഗ്നിഷൻ, ഹ്യൂമൻ ഐ ട്രാക്കിംഗ്, അങ്ങനെയുള്ള പല അഡ്വാൻസ്ഡ് ഫീച്ചറും ഇപ്പോഴും DSLR ക്യാമറകളിൽ ഇല്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അറിയാം, DSLR ക്യാമറ എന്ന് പറയുന്നത് കൂടുതലും മെക്കാനിക്കൽ പാർട്ടുള്ള അല്ലെങ്കിൽ മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇലക്ട്രോണിക് കമ്പോണന്റിലേക്ക് കൂടുതലായിട്ട് മെക്കാനിക്കൽ ഷട്ടറും മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലുള്ള ഒരു ഡിവൈസ് ആണ്. ഫോട്ടോ ഫോക്കസിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലെ ട്രാക്കിംഗിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പല ഫീച്ചേഴ്സും പല DSLR ക്യാമറകളിലും വന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ ഉദാഹരണമായിട്ട് ഈ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ്, ഡ്യുവൽ പിക്സൽ CMOS എന്നൊക്കെ പറയുന്ന ടെക്നോളജിയൊക്കെ പല കാനോൺ ക്യാമറകളിൽ അവർ അവതരിപ്പിക്കുകയുണ്ടായി. എങ്കിൽ തന്നെയും പല കാര്യങ്ങളും ഓട്ടോ ഫോക്കസിംഗ്, AI ഫീച്ചർ, അങ്ങനെയുള്ള പല മിറർലെസ് ക്യാമറകളിൽ അവതരിപ്പിക്കുമ്പോൾ അതിനോടൊന്നും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി പല DSLR ക്യാമറകൾക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇമേജ് സ്റ്റെബിലൈസേഷൻ കാര്യം, ഇപ്പോൾ ക്യാമറ എടുക്കുന്ന മിക്ക ആളുകളും ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഒരു ഫീച്ചർ പ്രധാനമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DSLR ക്യാമറ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഷേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇമേജിന്റെ ക്വാളിറ്റിയെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷനിൽ എത്രത്തോളം പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്നാലും ഒരു പരിധി വരെ ഒരു ഇമേജ് സ്റ്റേബിൾ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളൂ DSLR-ന്റെ കാര്യത്തിൽ. എന്നാൽ മിറർലെസ് ക്യാമറകളിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വളരെ കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ഫോട്ടോഗ്രാഫേഴ്സും, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും പല മിറർലെസ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും DSLR-ന്റെ പ്രൊഡക്ഷൻ, DSLR വിറ്റ് പോകുന്നില്ലെങ്കിൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് DSLR-ന്റെ പ്രൊഡക്ഷൻ അവർ കുറച്ചുകൊണ്ട് വരികയും മിറർലെസ്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടി കുറച്ച് കൂടുതൽ ഫീച്ചറുകൾ, കുറച്ച് കൂടുതൽ എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ്, AI പോലുള്ള ഫീച്ചർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, സോണിയുടെ ഈ 6000 ഒക്കെ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു അൽഗോരിതത്തിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ നിന്നും പെട്ടെന്ന് മാറിയ ഒരു ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു മിറർലെസ്സിലേക്ക് മാറുമ്പോൾ അയാൾക്ക് അതിന്റെ യൂസേജ് അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. DSLR എന്നുള്ള യുഗം അവസാനിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴും മികച്ച രീതിയിൽ DSLR
പലതും വിപണിയിലുണ്ട്, ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലെൻസിന്റെ അവൈലബിലിറ്റി അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ലെൻസിന്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ DSLR-ന് ഒരു വൈഡ് റേഞ്ച് ഓഫ് ലെൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ പല മിറർലെസ് ക്യാമറകൾക്കും നമ്മൾ മൗണ്ട് യൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആളുകളുടെ കയ്യിലുള്ള ലെൻസുകൾ DSLR ഉപയോഗിച്ച ലെൻസുകൾ ഇതിൽ ഉപയോഗിക്കണമെങ്കിൽ അവര് അതിന്റെ മൗണ്ട് അഡാപ്റ്റർ മേടിച്ച് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ 2024 DSLR വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്ന് മാറ്റി നിർത്തിയാൽ DSLR ബെസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മിറർലെസ്സിനും അതിൻ്റെതായ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. പക്ഷേ ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് യൂസിങ്ങിന്റെ കാര്യത്തിൽ അതുപോലെ തന്നെ പ്രൈസിന്റെ കാര്യത്തിൽ അത് പറയണമല്ലോ. കോസ്റ്റ് ഒരു വലിയൊരു ഘടകമാണ്. അതുപോലെ ലെൻസിന്റെ അവൈലബിലിറ്റി ഒരു ഘടകമാണ്. അപ്പോൾ നിങ്ങൾ DSLR ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻട്രി ലെവൽ ക്യാമറകളുണ്ട്. മിറർലെസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ പൈസ മുടക്കാൻ തയ്യാറാണെങ്കിൽ സോണിയുടെയും കാനോണിന്റെയും ഒക്കെ മിറർലെസ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ 2024 ക്യാമറ വാങ്ങുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്യാമറ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആളുകൾക്ക്, പ്രൊഫഷണൽ ലെവലിലേക്ക് പോകേണ്ട ഒരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആളുകൾക്ക്, ഫോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ആളുകൾക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ഫ്രം